സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഉത്തർപ്രദേശിലെ സംഭലിൽ ഷാഹി ജമാ മസ്ജിദിന്മേൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയി. കോടതി സർവേക്ക് ഉത്തരവിട്ട് ഉത്തരവ് വന്നതിൻ്റെ 2.5 മണിക്കൂറിനപ്പുറം സർവേ തുടങ്ങി. ആ സർവേ പൂർത്തിയായില്ല എന്ന് പറഞ്ഞ് രണ്ടാമതും മൂന്നാമതും വന്ന് അവിടെ ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി. അതിൽ 5 പേർ മരിച്ചു. ഇതൊക്കെ നടന്നതിന് ശേഷം ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരിയും ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും കൂടെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഭരണകൂടം അവരെ തടയുന്നു. ആ പ്രദേശത്തേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് തടയുന്ന ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇൻസൈറ്റിൽ ഇന്ന് സംസാരിക്കുന്നത്. ഒപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് MP പ്രശാന്താണ്. ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭൽ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു സംശയം, നമ്മൾ അയോധ്യ ബാബറി മസ്ജിദ് 1949 മുതൽ ഇങ്ങോട്ട് തുടങ്ങി അവസാനം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടെ ക്ഷേത്രം പണിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ക്ഷേത്രം പണിത് ഇത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഉപാധിയാക്കിയിട്ട് പോലും അതിൻ്റെ ഗുണം 2024 BJPക്ക് അവിടെ കിട്ടുന്നില്ല. അയോധ്യയിൽ പോലും അവർ തോറ്റു പോകുന്നു, ഫൈസാബാദിൽ അവർ തോറ്റു പോകുന്നു. അതിന് തൊട്ട് പുറകെ ഗ്യാൻവാബി, കാശിയിലെ ഗ്യാൻവാബി അവകാശവാദം ഉന്നയിക്കുന്നു, അവിടെ കേസ് കൊടുക്കുന്നു, സർവേ നടത്തുന്നു. മധുരയിൽ അവകാശവാദം ഉന്നയിക്കുന്നു, കേസ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിങ്ങനെ ഈ ബാബറി മസ്ജിദിൽ കണ്ട ഒരു വിജയം, അതിങ്ങനെ സകലയിടത്തും ഇതിങ്ങനെ അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. ഇതിങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ ആളുകൾക്കൊരു ഇത് തോന്നില്ലേ, അതായത് ഇതിങ്ങനെ വെറുതെ കേസുണ്ടാക്കാൻ വേണ്ടിയിട്ടും സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നില്ലേ? അവിടേക്ക് എത്തുമോ സത്യത്തിൽ? അതോ ഇതിങ്ങനെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അവിടെ ഉണ്ടാവും എന്നാണോ കരുതുന്നത്? അല്ല, BJP ഉൾപ്പെടെയുള്ള സംഘപരിവാറിൻ്റെ അജണ്ട വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി എന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് അതൊന്നും യേശില്ല എന്നുള്ളത്. അവരുടെ അണികളെ ഉത്തേജമാക്കുന്നത് ഇത് മാത്രമാണ്. മുസ്ലിം വിരോധം എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിൽ കവിഞ്ഞ മറ്റൊരു ഇഷ്യൂ അവർക്ക് ഉയർത്തി കൊണ്ടുവരാനില്ല. അപ്പോൾ അയോധ്യയിൽ സംഭവിച്ചത്, രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം സംഭവിച്ചത്, അതിൻ്റെ കൾമിനേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുണ്ടാകുന്ന ഒരു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു സാധനമാണ് നമ്മൾ അയോധ്യയിൽ കണ്ടത്. എന്നാൽ അതേ പരീക്ഷണമാണ് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വീണ്ടെടുക്കുക എന്നുള്ളതല്ലല്ലോ അവരുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അത് കൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇമോഷൻ തീർന്നു കഴിയും. അപ്പോൾ അടുത്തതിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രൈഡ് എന്ന് പറയുന്ന ഹിന്ദു അസ്മിത എന്നൊക്കെ പറയുന്ന അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് പിന്നെ ഒരു ബാർഗെയിനിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഒരു ആവേശപ്രകടനത്തിനോ സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും BJP അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ചെലവാക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് അവർ ഓരോ കാലഘട്ടങ്ങളിൽ, ഓരോ തിരഞ്ഞെടുപ്പുകളിൽ, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിങ്ങനെ പുറത്തെടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടിയെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. അതായത് ഈ ഒരു ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ഒരു മതപരമായ ഒരു ആവേശമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അണികളിൽ അങ്ങനെയാണ്. എങ്കിലും നേതൃതലത്തിൽ ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്, പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും BJP ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അതിൻ്റെ ഒരു കസൻഡോ അല്ലെങ്കിൽ ജനത്തിലെത്തിയിട്ട് അത് ഒരു ആളുകൾക്ക് മതിയാവുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല. കാരണം വർഗീയതയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്നുള്ളത് അത് ഒരിക്കലും അത് കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. അത് എപ്പോഴും ഊതിക്കത്തിക്കാവുന്ന കനലായിട്ട് ഇന്ത്യയുടെ പ്രത്യേക സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അത് അങ്ങനെ തന്നെ തുടരും. അതുകൊണ്ട് ഇനിയും ഇതിപ്പോൾ സംഭൽ മാത്രമല്ല, അജ്മീർ ദർഗയിൽ വരും, പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ പഴയ കനലുകൾ അങ്ങനെ ഊതിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ഇതിങ്ങനെ തുടരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ എന്താ പറയുക
പരിഹാസ രൂപേണ കേട്ട കുത്തബ് മിനാർ ഭീമന്റെ ഗതയായിരുന്നു എന്നുള്ള അവകാശവാദം, അതുപോലെ താജ്മഹൽ തേജോ മഹാലയമായിരുന്നു എന്നുള്ള അവകാശവാദം. ഇത്തരം അവകാശവാദങ്ങളൊക്കെ ചിലപ്പോൾ നാളെ വളരെ ഗൗരവമുള്ള അവകാശവാദങ്ങളായിട്ട് നമ്മുടെ നീതിപീഠങ്ങൾക്ക് മുന്നിൽ വരികയും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വിധിന്യായങ്ങൾ ഉണ്ടാകുകയും അത് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ വർഗീയമായോ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളത്, നമുക്ക് ഇവിടെ ഒരു നിയമമുണ്ട് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് കോ എന്താണെന്ന് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത്. ആ നിയമം കൊണ്ടുവന്ന സമയത്ത് തന്നെ BJP എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് ഇന്ന് പഴയ ഫയൽ നോക്കിയാൽ കാണാം. ഇതൊരു കരിനിയമമാണ് എന്ന് പറഞ്ഞിട്ടാണ് BJPക്കാർ അന്ന് പ്രതിഷേധിച്ചിരുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആ നിയമത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഓൾറെഡി അത് സുപ്രീം കോടതിയിലുണ്ട്. ഈ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ അടുത്ത് തന്നെ അഫിഡവിറ്റ് കൊടുക്കുകയും ആ നിയമം അസാധുവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം DY ചന്ദ്രചൂഡിന്റെ 2022 ഒരു കമന്റ് ആയിരുന്നു. അതായത് ഇത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞത് സർവേ നടത്താനുള്ള ഒരു ബാൻ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സർവേ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സർവേ ചെയ്തിട്ട് ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലും അങ്ങനെ ഇതിന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു വെറുതെ ഒരു എക്സസൈസ് ആണോ? ഇപ്പം നടക്കുന്ന എക്സസൈസ് ഇപ്പോഴത്തെ ഉള്ള നിയമം അനുസരിച്ചിട്ട് ഏത് പള്ളിക്ക് സർവേ നടത്തി കഴിഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല, നിയമം അനുസരിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പോൾ BJP ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ ഒരു അഭിപ്രായം ഉണ്ടാകുക. ഈ നിയമത്തിനെതിരെ, ഈ 1991 നിയമത്തിനെതിരെ വലിയ രീതിയിൽ അഭിപ്രായം ഉണ്ടാക്കുകയും അത് മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും. അത് മാറ്റുക എന്നുള്ളത് അതിൻ്റെ അവസാനമാണ്. അത് വളരെ പതുക്കെ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം അതിന് മുമ്പ് ഈ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാവണം. ഇത് ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായ നിയമമാണ്, കോൺഗ്രസ് കൊണ്ടുവന്ന കരിനിയമമാണ് എന്നൊക്കെ രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോകണം. അപ്പോഴേക്ക് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് ഇത് നമുക്കറിയാം. ഇത് വളരെ ഏത് മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിറകോട്ട് പോയി കഴിഞ്ഞാൽ എത്ര പിറകോട്ട് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വളരെ അസംബന്ധകരമായ പല ചോദ്യങ്ങളും അതിലേക്ക് വരാം. അതിൽ തന്നെ ചില ഹിന്ദു ക്ഷേത്രങ്ങൾ പഴയ ബുദ്ധവിഹാരങ്ങളാണ് എന്നുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പം അവിടെ സർവേ നടത്തുമോ? അങ്ങനെ സർവേ നടത്തി കഴിഞ്ഞ് അത് ബുദ്ധവിഹാരങ്ങളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുമോ? അപ്പം അങ്ങനെയുള്ള പല ഇതിലൊരു അസംബന്ധ നാടകം ഉണ്ട് ഇതിൽ. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് ഈ അസംബന്ധ നാടകമാണ് കുറേ കാലമായിട്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു അസംബന്ധ നാടകമായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത് യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, എങ്ങനെ നാട്ടുകാർക്ക് ഇത് കൺവിൻസിങ് ആവണമല്ലോ. അതായത് ആദ്യം ഒരിടത്ത് അവകാശവാദം ഉന്നയിക്കുന്നു, പിന്നെ വേറൊരിടത്ത് അവകാശവാദം, പിന്നെ മൂന്നാമതൊരിടത്ത്, പിന്നെ നാലാമതൊരിടത്ത്, അഞ്ചാമത്, ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ച് കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ഇതാണ് മെയിൻ വ്യവഹാരം, ഇതാണ് രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള നിലയിലേക്ക് ഒരു പുതിയ തലമുറയ്ക്ക് അത് സ്വീകാര്യമാവണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വലിയൊരു ഗ്രാൻഡ് ഡിസൈൻ ഉള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രശ്നവൽക്കരിക്കുക എന്നുള്ളത്, എല്ലാ ഇഷ്യൂസിനെയും. അത് നമ്മുടെ മുത്തലാഖിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നു. പിന്നെ ലവ് ജിഹാദിൽ കണ്ടതാണ്, നാർക്കോട്ടിക് ജിഹാദ് കാണുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന വഖഫ് വിഷയത്തിലാണ്. അപ്പോൾ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും പ്രശ്നവൽക്കരിക്കുക, അതിനെ പോയിന്റ് ഓഫ് കണ്ടൻഷൻ ആക്കി, അല്ലെങ്കിൽ ഒരു സംഘർഷ മേഖലയാക്കി മാറ്റുക. അങ്ങനെ മുസ്ലിം സമുദായത്തെ അതിന് ഓരോ ഇഷ്യൂവിനോട് പ്രതികരിക്കുന്ന സമുദായമായി മാറ്റുക. മുസ്ലിം സമുദായത്തിൻ്റെ ഊർജവും അതിൻ്റെ സമയവും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ മാത്രമായി ഒതുക്കി നിൽക്കുക എന്ന വളരെ കാലത്തുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട്. അതായത് മുസ്ലിം സമുദായം എന്നുള്ളത് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ
അവർക്ക് സർഗാത്മകമായിട്ട് എന്തെങ്കിലും ചർച്ചകളോ ആ സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ആ സമുദായത്തിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളിലേക്ക് ചർച്ച പോകുന്നതിന് പകരം ഓരോ വിഷയങ്ങളിലും ഡിഫെൻസീവിലേക്ക് സമുദായത്തെ മാറ്റി നിർത്തുകയും എപ്പോഴും സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏതെങ്കിലും പ്രശ്നത്തോട് പ്രതികരിക്കുന്ന ഒരു സമുദായമായിട്ട് മുസ്ലിം സമുദായത്തെ ഒതുക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വളരെ അബ്സേർഡായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്കിടെ ഉയർന്നു വരുന്നു എന്നുള്ളത്? ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടാവുകയും അവിടെ ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ചില റിയാക്ഷൻസ് ഉണ്ടാവുകയും ഉടനെ അത് മുസ്ലിം തീവ്രവാദമായി ചിത്രീകരിക്കുകയും അങ്ങനെ ഒരു സൈക്കിൾ, വിഷ്യസ് സൈക്കിളായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ സർഗാത്മകമായി ക്രിയാത്മകമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സമുദായത്തെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കി തീർക്കുക എന്ന വളരെ ദീർഘകാലത്തേക്കുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ സംവാലിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഇതിനോട് നമ്മുടെ ഒരു മറ്റ് മുസ്ലിങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക ആക്രമിക്കപ്പെടുന്നത്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ആക്രമിക്കപ്പെടുന്നത്. ഇതിനോട് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് മറ്റ് വിഭാഗങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സമൂഹം എങ്ങനെയാണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉദാഹരണം പറഞ്ഞ് അദ്ദേഹം സമ്പലിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു, പക്ഷേ അവിടെ തടയപ്പെടുന്നു. സമ്പലിൽ ഈ പള്ളിക്ക് മേലുള്ള അവകാശവാദം മാത്രമല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ സർവേടക്കം മാത്രമല്ല സംഭവിച്ചത്, അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായി, 5 പേർ മരിച്ചു. എങ്ങനെയാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളുണ്ട്. വെടിവെപ്പ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു സിവിൽ സൊസൈറ്റിക്ക് അവിടെ പോയി ഇതെന്താണ് സംഭവിച്ചത് എന്ന് പോലും പരിശോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പോൾ നേരത്തെ ഹാത്രസിൽ ഒരു ദളിത് പെൺകുട്ടി ഗാങ് റേപ്പിനിരയായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അവരെ കാണാൻ, ആ കുടുംബത്തെ കാണാൻ യാത്ര ചെയ്തപ്പോഴും ഏതാണ്ട് ഭരണകൂടം ഇതേപോലെയാണ് പെരുമാറിയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും എന്താണ് യാഥാർത്ഥ്യം പുറത്തേക്ക് കൊടുക്കരുത് എന്ന് നിശ്ചയിച്ചിട്ടുള്ളൊരു ഭരണകൂടം, അതിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര ഭരണാധികാരം, ഇതിൻ്റെ പല പല മാനിഫെസ്റ്റേഷൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി നോക്കുക. അത് ഇത് എങ്ങനെയാണ് അവർ കൈകാര്യം, ഇത് രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തെ ഭൂരിപക്ഷം ജനതയുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നത്. അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് വളരെ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് ഇത് ഇത്രയും കാലമായിട്ട് ഹിന്ദുക്കൾ നേരിട്ട് വന്ന അവഗണന, ഈ അടിച്ചമർത്ത്, അതിനെതിരെയുള്ള പ്രതിഷേധം ആയിട്ട്, അപ്പോൾ ഈ BJP വന്നതിന് ശേഷമാണ് ഹിന്ദുക്കൾക്ക് ആത്മബോധമുണ്ടായത്, തിരിച്ചറിവുണ്ടായത് എന്നുള്ള ഈ ബോധം പലതരത്തിലും നമ്മുടെ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എന്നുള്ളത് വളരെ വളരെ മൈന്യൂട്ടായിട്ട് അപഗ്രഥിക്കേണ്ടി വരും. അപ്പോൾ ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ സാധനമല്ല. ഇപ്പം നമ്മുടെ രാമായണം സീരിയൽ മുതൽ തുടങ്ങി വന്നിട്ടുള്ള ഒരു പ്രോപ്പഗാൻഡയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തുടർച്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ പൊളിറ്റി കൊണ്ട് നേരിടും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇതിനെ നേരിടാനാവും, അല്ലെങ്കിൽ എങ്ങനെ അഖിലേഷ് യാദവ് ഇതിനെ നേരിടാനാവും, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതിനെ നേരിടാനാവും, എങ്ങനെ ഈ മറ്റ് ജനാധിപത്യവാദികൾക്ക് ഇതിനെ നേരിടാനാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അസാധ്യമായ ഒരു കാലഘട്ടത്തിലാണ്. അവർക്ക് ഒരു രീതിയിലുള്ള ഇടപെടലിലെ വെന്യൂസോ അല്ലെങ്കിൽ അതിനുള്ള മേഖലകളോ അസാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ തടയൽ മാത്രമല്ല, ഇവർ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് എന്താണ് പറയുന്നത്, ഇത് വളരെ നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ്. 1991 നമ്മുടെ ലോക്സഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. അതങ്ങനെയല്ല ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ചിത്രീകരിക്കപ്പെടുന്നത് പഴയ കാലത്തുള്ള അഗ്രഷൻ, മുഗൾ ഭരണകാലം, അതിൻ്റെ പുറകിലുള്ള കാലം, അങ്ങനെ അതിനെതിരെ നടക്കുന്ന ഹിന്ദുവിനെ ചെറുത്ത് നിൽപ്പെന്നൊക്കെ രീതിയിലാണ്.
ഇത് ഡെമോക്രാറ്റിക് പൊളിറ്റിയിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത ചർച്ചകളാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അഖിലേഷ് യാദവിനെ പോലുള്ളവർക്ക് വളരെ മിനിമൽ ഇടപെടാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലപാട് എല്ലാ കാലത്തും ഈ സമീപനങ്ങളോട് വളരെ മൃദു സമീപനമായിരുന്നു ഉണ്ടായത്. വാസ്തവത്തിൽ കോൺഗ്രസിന് എങ്ങനെയാണ് ഇതിൽ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അത് ബാബറി മസ്ജിദിന്റെ കാലത്ത് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ചില സമയങ്ങളിൽ ഇപ്പം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ നെഹ്റുവിയൻ പാരമ്പര്യം എന്നുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ ഒബ്സ്കരാൻഡിസത്തിനോടും വളരെ ഒരു രീതിയിലും ഒത്തുപോകാത്ത അല്ലെങ്കിൽ സന്ധി ചെയ്യാത്ത നിലപാടായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിലേക്ക് നാം കണ്ടത് അവർ തന്നെ കല്ലുമായി പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ കോൺഗ്രസ് അല്ലെങ്കിൽ സെക്യുലർ സമുദായം, സെക്യുലർ സമൂഹം എന്നുള്ളത് ആകെ കൺഫ്യൂസ്ഡാണ്. ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തത് സംഘപരിവാറിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സങ്കീർണത ഉണ്ടാകുന്നത്. കോൺഗ്രസിന് എന്ത് ചെയ്യാനാവും, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് എന്ത് ചെയ്യാനാവും? അവർക്ക് പ്ലേ ചെയ്യാനുള്ള ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയം ഇപ്പോൾ നിയമം അട്ടിമറിക്കപ്പെടുന്നു. വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് നമുക്കത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതിനോട് റിയാക്ട് ചെയ്യാൻ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുന്നില്ല. ഒരു എന്താ പറയുക, മിനിമം എഫേർട്ടിന് പോലുമുള്ള സാധ്യത അവിടെ ഇല്ലാതിരിക്കുന്നത്. ഇവിടെ ജുഡീഷ്യറിക്ക് ഒരു റോളുണ്ടല്ലോ. അപ്പോൾ ജുഡീഷ്യറി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിൻ്റെ കാര്യം പറഞ്ഞു. പുതിയ ചീഫ് ജസ്റ്റിസ് അതിൻ്റെ ബെഞ്ചാണ് ഈ ഹർജി ആദ്യം കേൾക്കുന്നത്. അവരത് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ട്രയൽ കോർട്ട് അല്ലെങ്കിൽ ഇത് ഹർജി ആദ്യം പരിഗണിച്ച കോടതി സ്വീകരിച്ച നിലപാടുകളോട് ചിലത് പറയാനുണ്ട്, പക്ഷെ അതിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഒരു ഇത് നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? നിർഭാഗ്യവശാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കോടതിയിലേക്ക് ഈ ഹർജി വന്ന ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അത് തീരുമാനം ഉണ്ടാകുന്നു. അഡ്വക്കേറ്റ് കമ്മീഷൻ നിയമിക്കപ്പെടുന്നു, സർവേ തുടങ്ങുന്നു. മറ്റ് കോടതികളിൽ നിന്നും ഏതാണ്ട് സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതൊക്കെ തുടങ്ങി വെച്ചത് ഒരു ദുഷ്യന്ത് ദാവെ അക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. DY ചന്ദ്രചൂഡ് ഓപ്പൺ ദ പണ്ടോറാസ് ബോക്സ്. അപ്പം അത് ഇദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഇതൊക്കെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ജുഡീഷ്യറി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളല്ല. ഒരുപക്ഷെ ജുഡീഷ്യറിയെ പോലും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ജനങ്ങൾക്കുള്ള ഒരുപക്ഷെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അവരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിയാക്ഷനിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീവ്രവാദമായിട്ടും ഭീകരവാദമായിട്ടും ചൂണ്ടിക്കാണിക്കുകയും അത് പിന്നീടുള്ള എല്ലാറ്റിൻ്റെയും ന്യായീകരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് നമുക്കറിയാം ഈ ജുഡീഷ്യറി മാത്രമാണ്. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള ഇപ്പോൾ ദുഷ്യന്ത് ദാവെയൊക്കെ അദ്ദേഹത്തിൻ്റെ വൈറൽ ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ചില വോയിസസ് ഓഫ് സാനിറ്റി എന്ന് പറയാറുണ്ടല്ലോ. ഈ ശബ്ദങ്ങളാണ് നമ്മളത് കേട്ടത്. വാസ്തവത്തിൽ വളരെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയകാല ഒരു നെഹ്റുവിയൻ ഒരു ലിബറൽ ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പഴയൊരു കവിത എനിക്ക് ഓർമ്മയുണ്ട്, ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ വൈൽ ദ വേഴ്സ്റ്റ് ഈസ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യവാദികൾക്ക്, ജുഡീഷ്യറിയുടെ മഹത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പഴയ ആ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ഇത് തന്നെയാണ് ഒരുപക്ഷെ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ വളരെ അരക്ഷിതമായ അവസ്ഥയിൽ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയും ആ പ്രതികരണം പോലും
പിന്നീട് നടക്കുന്ന അടിച്ചമർത്തകളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്ര ഈ സംഭവത്തിൽ കണ്ട ചെറിയൊരു വയലൻസ് എന്നുള്ളത് അതിൻ്റെ സൂചകമാണ്. ഇതാണ് ഈ വയലൻസ് എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. കാരണം അയോധ്യയുടെ അവസാന കാലഘട്ടത്തിൽ അതിന് സംഭവിച്ച ഒരു വയലൻസും ഇല്ലാതെ സമാധാനമായി ഒരു പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് അത് മുതലെടുക്കാൻ കഴിയില്ല. BJPക്ക് ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ കഴിഞ്ഞത് ബാബറി മസ്ജിദ് തകർക്കുന്നതിൻ്റെ പൂർവ്വകാലഘട്ടമാണ്. ഈ അദ്വാനിയുടെ രഥയാത്രയും അതുമായി ബന്ധപ്പെട്ട കാലമാണ്. അതേപോലുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ സംഘപരിവാർ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ ശ്രമിക്കുന്നത്. അത് നേരിടാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയിലാണ് ഒരുപക്ഷെ വിശ്വാസമുള്ള ഒരു അവശേഷിക്കുന്ന ഒരു ഇന്ന് അദ്ദേഹത്തിൻ്റെ നടത്തിയ പ്രസംഗം അത് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് സിംബോളിക് ആണെങ്കിൽ കൂടിയും അത് കൺവേ ചെയ്യുന്ന കുറേ മെസ്സേജുകളുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പോസിറ്റീവായിരിക്കുമ്പോൾ തന്നെ ഈ സംഘപരിവാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ പിക്ചർ പ്രശാന്ത് പറഞ്ഞു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളൊരു പ്രതിപക്ഷ യൂണിറ്റിയെ കൂടെ ഇല്ലാതാക്കാൻ ഈ സംഗതി വളരെ സമർത്ഥമായിട്ട് BJP ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഈ പ്രതിപക്ഷ യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത് അത് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു മുന്നണിയല്ലല്ലോ. വളരെ മോട്ട്ലി ക്രൗഡ് എന്നൊക്കെ പറയുന്ന പല 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 പെർസുവേഷൻസ് ഉള്ള, പല ഐഡിയോളജികളുള്ള, പല താല്പര്യങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ്. അതിനെ പൊളിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ നയിക്കുന്ന ഏക ഘടകം എന്നുള്ളത് BJPയുടെ സംഘപരിവാര വിരുദ്ധതയാണ്. അത് തന്നെ എത്രത്തോളം ഡിഗ്രിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റാലിനുള്ള അത്ര അഖിലേഷ് യാദവിനുണ്ടോ, മമതയ്ക്കുണ്ടോ എന്നുള്ളതൊക്കെ പ്രശ്നം. നമ്മൾ കേരളത്തിൽ CPMൻ്റെ RSS വിരുദ്ധതയെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതിനെ തകർക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണ്, സാധിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പുതിയ രീതിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു ഐക്യമുന്നണി രൂപപ്പെടും എന്ന് പ്രത്യാശ, അത് മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ രൂപരേഖകളോ അതിൻ്റെ കിരണങ്ങളോ ഇപ്പോഴും ആകാശത്തിൽ കാണുന്നില്ല. കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ബ്ലീക്കാണ്. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അതിൽ ചില രചിത രേഖകൾ കാണുന്നുണ്ട് എന്നല്ലാതെ എങ്ങനെയാണ് ഈ വലിയ ഒരു ഭരണകൂട പിന്തുണയോടെ, ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുടെയും പിന്തുണയോടുകൂടെ വലിയ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് നടക്കുന്ന ഈ പ്രചരണവും ആ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈയും എങ്ങനെ നേരിടുക എന്നുള്ളത് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അഖിലേഷ് രാഹുൽ ഗാന്ധി കോംബോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അഖിലേഷ് കോംബോ ഇത് കുറച്ചുകൂടെ ഏടുപ്പമുള്ളതാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ റിസൾട്ട് പോലും ആ ഒരു ഏടുപ്പത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഈ സമ്പൽ എന്താ ഏടപ്പമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഈ കോമ്പിനേഷനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ BJPക്ക് ഉണ്ടോ എന്നുള്ളത്. അല്ല, അത് കാരണം മുമ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇനി വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ രണ്ടിൻ്റെ രസതന്ത്രം വ്യത്യാസമാണ്. അപ്പോൾ അഖിലേഷ് യാദവിന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ സ്വീകാര്യതയിൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാകും. കാരണം അതിൽ കോൺഗ്രസ്സിനെ തകർത്തുകൊണ്ട് തന്നെ, കോൺഗ്രസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ അവിടെ ഈ അപ്രസക്തമാക്കിക്കൊണ്ട് മാത്രമേ അവിടെ അഖിലേഷ് യാദവിന് മുഖ്യമന്ത്രി സ്ഥാനം വ്യാമോഹിക്കാനോ അല്ലെങ്കിൽ മോഹിക്കാനോ പറ്റുകയുള്ളൂ. അപ്പം അത് ഒരു ടർഫ് വാർ എന്ന് പറയുമല്ലോ നമ്മൾ, അത് എല്ലാ സ്ഥലങ്ങളിലും നടക്കും. കോൺഗ്രസുമായിട്ട് മറ്റു സഖ്യകക്ഷികൾ സീറ്റ് ഷെയറിങ്ങിന് എല്ലാ സ്ഥലത്തും ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്തിനെയാണ് നേരിടുന്നത്, എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ ലൈൻ എന്നത്, അതായത് അധികാരത്തിൽ വരിക എന്നുള്ളതാണോ അല്ലെങ്കിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണോ, ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഉത്തർപ്രദേശിലെ ഈ രാഷ്ട്രീയം. റൈറ്റ്. സംഭൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന
ചെറിയ ലക്ഷ്യത്തിനപ്പുറത്ത് ബാബറി മസ്ജിദിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വിശാലമായ സംഘപരിവാർ ലക്ഷ്യത്തിൻ്റെ ഒരു തുടർച്ച കൂടിയായിട്ട് നമ്മൾ ഇതിൽ കാണണം. ഇപ്പോൾ MP പ്രശാന്ത് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിനോടുണ്ടാകുന്ന റിയാക്ഷനെ ഒരു പക്ഷേ തുടർന്നുള്ള അടിച്ചമർത്തലുകൾക്കുള്ള ന്യായീകരണമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന വലിയ അജണ്ട BJPക്കുണ്ട്, അല്ലെങ്കിൽ സംഘപരിവാരത്തിനുണ്ട് എന്ന് സംശയിക്കുകയും വേണം. വളരെ കരുതലോടുകൂടെ ഒരു ജനാധിപത്യ സമൂഹം കാണേണ്ട സംഭവങ്ങളാണ് സംഭലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ, ജനാധിപത്യ മതനിരപേക്ഷ ചേരിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റിയാക്ഷൻ ഏത് വിധത്തിലാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.